ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് LDC, ഖാദി ബോർഡ് LDC, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതേപോലെ എക്സാമുമായി ബന്ധപ്പെട്ട് ഇംഗ്ലീഷിലെ പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യപേപ്പറാണ്. ഇത് LDC 2011 കോട്ടയം ജില്ലയിൽ ചോദിച്ച ഇംഗ്ലീഷിലെ ചോദ്യ ഉത്തരങ്ങളാണ്. Last question. He continued to sleep on the park bench in order to dash as many ways as possible. Economize. സാമ്പത്തിക ശാസ്ത്രം എന്നാണ് എക്കണോമിക്സ് എന്നുള്ള അർത്ഥം വരുന്നത്. ഇവിടെ അർത്ഥം വരുന്നത് ചെലവ് ചുരുക്കി ജീവിക്കുക എന്നുള്ള ആ രീതിയിലാണ് ഇവിടെ അർത്ഥമായിട്ട് വരുന്നത്. ഇതൊരു വെർബായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എക്കണോമിക്സ് എന്നത് ഒരു വെർബായിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് അയാൾ പാർക്കിലെ ബെഞ്ചിൽ കിടന്നുറങ്ങി. Nobody knows how to operate the new machine. Dash. ആടെ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നോബഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആൻസറിൽ പോസിറ്റീവ് ടാഗ് വേണം വരാൻ. ഇവിടെ പോസിറ്റീവായിട്ട് വരുന്നത് ഡസ് ദയും ഡു ദയുമാണ്. ബാക്കി രണ്ടും നെഗറ്റീവ് ടാഗാണ്. നെഗറ്റീവ് ടാഗ് ഇവിടെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇതിൽ ഡസ് ദയാണോ ഡു ദയാണോ നോക്കണം. ഇവിടെ നമ്മൾ നോസ് എന്ന വാക്കാണ് നോക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഡു ദയാണ് ആൻസറായിട്ട് വരിക. നോ എന്നാൽ ഡസ് പ്ലസ് നോ എന്നാണ്. പക്ഷേ ഡസ് ദ വരില്ല, ഡു ദയാണ് വരികയുള്ളൂ. നോ വൺ, നോബഡി, എനിബഡി, നൺ, നെയ്തർ, നൺ ഓഫ് എന്നിവയ്ക്ക് ശേഷം ദയാണ് അവസാനം വരിക. ക്വസ്റ്റ്യൻ ടാഗിൽ ദയാണ് ഉപയോഗിക്കേണ്ടത്. ലീന ഗോസ് ടു ടെമ്പിൾ ട്വൈസ് ഇൻ എ മന്ത്. ഫ്രെയിം എ ക്വസ്റ്റ്യൻ so as to get the above sentence as the answer. How often does Lena go to temple in a month? അതായത് ലീന ഗോസ് ടു ടെമ്പിൾ ട്വൈസ് ഇൻ എ മന്ത് എന്ന ആൻസർ വരുന്ന രീതിയിൽ ഉള്ള ക്വസ്റ്റ്യൻ ഏതാണെന്ന്. How often does Lena go to temple in a month? Tinu is good dash solving problems in maths. At. ഇവിടെ വരുന്നത് അറ്റ് എന്ന പ്രൊപ്പോസിഷനാണ്. മാത്സിലെ പ്രോബ്ലംസ് ചെയ്യാൻ ടിനു വളരെ നല്ലതാണ്. ചൂസ് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ഗ്രാമർ. എ ആണ് കറക്റ്റായിട്ടുള്ള മീനിങ്. ഗ്രാമർ എന്നത്. കൺവീനർ എന്നതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് CONVENOR ആണ്. CONVENOR. റെക്കമെൻഡഡ് സ്പെല്ലിംഗ് RECOMMEND. രണ്ടെണ്ണമുണ്ട്. റെക്കമെൻഡഡ്. ക്യു എന്നതിൻ്റെ സ്പെല്ലിംഗ് QUEUE ആണ്. QUEUE. കറക്റ്റായിട്ട് വരുന്ന ഗ്രാമറാണ്. അടുത്ത് ഡൽഹി ഈസ് വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സിറ്റീസ് ഇൻ ഇന്ത്യ മീൻസ് ഡാഷ്. A few other cities in India are as big as Delhi. A few other cities in India are as big as Delhi. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിൽ ഒന്നാണ് ഡൽഹി എന്ന് പറഞ്ഞ അർത്ഥമായിട്ട് വരുന്നത് ഇന്ത്യയിൽ വേറെയും ചില സിറ്റികൾ ഡൽഹിയിൽ അത്രയും വലുതായിട്ടുണ്ട്. മനു യൂസസ് ഇന്റർനെറ്റ് ഫോർ 2 hours ഡെയിലി. ചേഞ്ച് ദ വോയിസ് ഓഫ് ദി വെർബ്. Internet is used for 2 hours daily. Internet is used for 2 hours daily. ഒരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് പാസീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ ഫോം ആം ഈസ് ആർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദ വെർബാണ് വരിക. അവിടെ ഈസ്. Internet is used for 2 hours daily. Choose the most acceptable sentence. You had better consult a doctor. You had better consult a doctor. Consulting, consulted എന്നൊന്നും വരില്ല. ബെറ്റർ ടു എന്ന് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് ബെറ്റർ പ്ലസ് ബെയർ ഇൻഫിനിറ്റീവാണ് ഉപയോഗിക്കേണ്ടത്. അതായത് ഹാഡ് ബെറ്ററിന് ശേഷം ക്രിയയുടെ റൂട്ട് ഫോം ഉപയോഗിക്കണം. ഇവിടെ ഹാഡ് ബെറ്റർ കൺസൾട്ട്. കൺസൾട്ടിങ് വരില്ല, കൺസൾട്ടഡ് വരില്ല. ബെറ്റർ ടു ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല.
George cultivated vegetables in large scale last year, but this year he dash is not growing any. ഒരു പ്രവൃത്തി തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഈസ് ഗ്രോവിംഗ് ആണ് ഉത്തരം. പ്രസൻറ്റ് വേണം, പ്രസൻറ്റ് ആയതുകൊണ്ടാണ് ഈസ് ഉപയോഗിച്ചത്. പിന്നെ കണ്ടിന്യൂ ആയി നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണിക്കാൻ ING വേണം, അതുകൊണ്ടാണ് ഗ്രോവിംഗ് എന്ന് കൊടുത്തത്. ജോർജ് കൾട്ടിവേറ്റഡ് വെജിറ്റബിൾസ് in large scale last year, but this year he is not growing any. Gobi is an illiterate, but his son is studying dash a university. ഇതിന് ഉത്തരമില്ല. I wrote down her phone number in case dash I forget it. I wrote down her phone number in case I forget it. ഇൻ കേസ് എന്നാൽ അർത്ഥം അങ്ങനെയാണെങ്കിൽ എന്നാണ്. ഇൻ ദ ഈവൻ്റ് ഓഫ് അങ്ങനെയാണെങ്കിൽ. ഇൻ കേസ് എന്നാൽ അങ്ങനെയാണെങ്കിൽ എന്നാണ് അർത്ഥം വരുന്നത്. കമ്പൈൻ ചെയ്യാനായി ഇൻ കേസ് സാധാരണയായി രണ്ടാമത്തെ വാക്യത്തിൻ്റെ ആരംഭത്തിലാണ് ചേർക്കുന്നത്. ഇൻ കേസ് ചേർക്കുമ്പോൾ ആ വാക്യത്തിൽ മേ ഉണ്ടെങ്കിൽ വിട്ടുകളയണം. ഇൻ കേസ് കഴിഞ്ഞ് സാധാരണയായി സിമ്പിൾ പ്രസൻറ്റ് ടെൻസാണ് ഉപയോഗിക്കുന്നത്. റോട്ട് എന്നത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഫോർഗെറ്റ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. റോട്ട് എന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് ഫോർഗെറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഫോർഗെറ്റ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കാരണം സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വേണം ഉപയോഗിക്കാൻ. എ പേഴ്സൺ ഹു സഫേർഡ് ഫോർ എ നോബിൾ കേസ് ഈസ് കാൾഡ് ഡാഷ് എ മാർട്ടിയർ, രക്തസാക്ഷി. ഹീറോ എന്നർത്ഥം എ പേഴ്സൺ ഹു ഈസ് അഡ്മയർഡ് ഫോർ ഹാവിങ് ഡൺ സംതിങ് വെരി ബ്രേവ്, ധൈര്യപൂർവ്വം ഒരു കാര്യം ചെയ്യുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് അഡ്മയർ ഫോർ ഹാവിങ് ഡൺ സംതിങ് വെരി ബ്രേവ്. പ്രോട്ടഗോണിസ്റ്റ് എന്നാൽ ആൻ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടർ ഓഫ് ആൻ ഐഡിയ ഓർ പൊളിറ്റിക്കൽ സിസ്റ്റം. ആൻ ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ടർ ഓഫ് ആൻ ഐഡിയ ഓർ പൊളിറ്റിക്കൽ സിസ്റ്റം. മാർട്യോർഡം എന്നാൽ അർത്ഥം വെൻ സം വൺ സഫേഴ്സ് ഓർ ഈസ് കിൽഡ് ഫോർ ഹിസ് ഓർ ഹെർ ബിലീവ്സ്. Being childless for a pretty long period, Carols decide to dash a child. Adopt, ദത്തെടുക്കുക. കുട്ടികളില്ലാത്ത കാരണം ഒരു കുട്ടിയെ ദത്തെടുക്കാൻ തീരുമാനിച്ചു. അഡോപ്റ്റ്. അഡപ്റ്റ് എന്നുള്ള അർത്ഥം പാവം എന്നാണ്, പാവം. അഡാപ്റ്റ് എന്നുള്ള അർത്ഥം അനുരൂപമാക്കുക എന്നാണ്. അനുരൂപമാക്കുക, അനുകൂലം. അഡാപ്റ്റ് എന്നതിൻ്റെ അർത്ഥം. അബ്ഡക്റ്റ് എന്നാൽ തട്ടിക്കൊണ്ടു പോവുക എന്നാണ് അർത്ഥം. തട്ടിക്കൊണ്ടു പോവുക. അഡോപ്റ്റ് എന്നാൽ ദത്തെടുക്കുക. എ ഡാഷ് ഈസ് എ ഫുള്ളി ഗ്രോൺ മെയിൽ ഹോഴ്സ്. എ ഡാഷ് ഈസ് എ ഫുള്ളി ഗ്രോൺ മെയിൽ ഹോഴ്സ്. സ്റ്റാലിയൻ. എ സ്റ്റാലിയൻ ഈസ് എ ഫുള്ളി ഗ്രോൺ മെയിൽ ഹോഴ്സ്. മുൾ എന്നാൽ അർത്ഥം ആൻ ആനിമൽ ഹൂസ് മദർ ഈസ് എ ഹോഴ്സ് ആൻഡ് ഹൂസ് ഫാദർ ഈസ് എ ഡോങ്കി. കഴുതയ്ക്കും കുതിരയ്ക്കും ഉണ്ടാകുന്നതിനാണ് മുൾ എന്ന് പറയുന്നത്. മെയർ എന്നാൽ ആൻ അഡൽട്ട് ഫീമെയിൽ ഹോഴ്സ്. മുതിർന്ന പെൺകുതിരയ്ക്കാണ് മെയർ എന്ന് പറയുന്നത്. പോണി എന്നാൽ എ സ്മാൾ ടൈപ്പ് ഓഫ് ഹോഴ്സ്. കുതിരയുടെ കുട്ടിക്കാണ് പോണി എന്ന് പറയുന്നത്. സ്റ്റാലിയൻ എന്നാൽ എ ഫുള്ളി ഗ്രോൺ മെയിൽ ഹോഴ്സാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ആൺകുതിര. ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ദ വർക്ക്. Started. It is time we started the work. ഇവിടെ started ആണ് ഉപയോഗിക്കുന്നത്. Pick out the most acceptable sentence from the given list. Despite the heavy rain, the match went on. Despite the heavy rain, the match went on. Hardly a soul know me in the village where I spent a weekend means dash. Nobody know me in the village. Hardly a soul know me in the village where I spent a weekend means nobody know me in the village. ഹാർഡ്ലി എന്നതൊരു നെഗറ്റീവ് വേർഡാണ്. ഓൾമോസ്റ്റ് നോട്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ആ ഗ്രാമത്തിൽ ആരെയും അയാളെ അറിയില്ല. പിക്ക് ഔട്ട് ദ ഫ്രൈസൽ വെർബ് which means the word underlined. Terrorists attacked the patrolling soldiers. Attacked.
വെൻറ്റ് അറ്റ്. അറ്റാക്ക്ഡ് എന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വെർബാണ് വെൻറ്റ് അറ്റ്. ഗോ ഓഫ് എന്നാൽ എക്സ്പ്ലോഡ് എന്നാണ് ഗോ ഓഫ്. ഗോ അറ്റ് എന്നാൽ ടു അറ്റാക്ക് സംവൺ എന്നാണ്, ടു അറ്റാക്ക് സംവൺ. വെൻറ്റ് ഓഫ് എന്നാൽ പോയിരുന്നു എന്നാണ് അർത്ഥം വരുന്നത്. The accident was caused by dash on the part of the driver. Negligence. The accident was caused by negligence on the part of the driver. Negligence എന്നാൽ അശ്രദ്ധ എന്നാണ് അർത്ഥമായിട്ട് വരുന്നത്. അശ്രദ്ധ. നെഗ്ലിജൻ്റ് എന്നാൽ അശ്രദ്ധമായ എന്നാണ് അർത്ഥം വരുന്നത്. അശ്രദ്ധമായ. 1 strong tea is better than 20 dash teas. Light. 1 strong tea is better than 20 light teas.